ക്രിസ്തീയ സന്യാസം ഈശോയുമായിട്ട് ഐക്യപ്പെടുന്ന ഏറ്റവും ശക്തമായ വഴിയാണ്. അതാണ് ക്രിസ്തീയ സന്യാസത്തിൻ്റെ പ്രത്യേകത. സന്യാസം എല്ലാ മതങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്തീയ സന്യാസം എന്ന് പറയുന്നത് ദൈവപുത്രനായ ലോകരക്ഷകനായ ഏകരക്ഷകനായ ഈശോമിശിഹായുമായിട്ട് മനുഷ്യസാധ്യമായ പൂർണ്ണതയിൽ ഐക്യം പ്രാപിക്കാനായിട്ട് ഒരു മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ്. അപ്പോൾ സന്യാസത്തിലൂടെ ഈശോയുമായിട്ട് മനുഷ്യൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും അടുത്ത് അനുഗമിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയില്ലെങ്കിൽ ഈ സന്യാസ ജീവിതത്തെക്കുറിച്ച് എഴുതാനോ പറയാനോ ജീവിക്കാനോ സാധ്യമല്ലാത്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിവേശനത തന്നെയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സന്യാസത്തെക്കുറിച്ച് വളരെയേറെ വിമർശനങ്ങൾ കേൾക്കാറുണ്ടെന്ന്. അതിനെ ഒരു തരി പോലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സന്യാസത്തെ വിമർശിക്കുന്നവർ ഈ ലോകത്തിൻ്റെ ആളുകളാണ്. ഈ ലോകത്തിൻ്റെ ആളുകളാണ് സന്യാസത്തെ വിമർശിക്കുന്നവർ. അപ്പം അതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് സന്യാസ അരൂപി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സന്യാസി ലോകത്തിലുണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ള അല്ലെങ്കിൽ ലൗകികനായൊരു മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവൻ കാണുന്നത് കൺമുമ്പിലുള്ള കാര്യങ്ങളാണ്. കൺമുമ്പിലുള്ള ചില കാര്യങ്ങൾ കണ്ട് അതിലാണ് അവൻ്റെ ശ്രദ്ധയും താല്പര്യവും, വ്യഗ്രതയല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധ്യമല്ല. അപ്പോൾ സന്യാസി ലോകത്തെ പഠിപ്പിക്കുന്ന എന്താ? ദൈവത്തിൻ്റെ മഹത്വം. ദൈവം ആരാണ്? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ ദൈവത്തെ ഓർക്കാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ജീവിക്കാൻ പറ്റത്തില്ല. ഈ ചെടികളും മരങ്ങളും എല്ലാം വളരുന്നത് അങ്ങനെയാണ്, മുകളിലോട്ടാണ്. എന്തുകൊണ്ടാണ്? സൃഷ്ടാവിലേക്ക് സൃഷ്ടാവിൻ്റെ മഹത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സർവ്വസൃഷ്ടിജാലങ്ങളും അങ്ങനെ തന്നെയാണ്.